സിജോ സാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സൂയിസ് കനാല്. ഇപ്പൊ സൂയിസ് കനാല് ആം, ഈജിപ്തിന്റെയും അപ്പുറത്ത് വേറെ രാജ്യങ്ങളുണ്ട്. അതുവഴി കടന്നു പോകുന്ന സൂയിസ് കനാൽ ആദ്യം ഈജിപ്തിന്റെ കയ്യിലായിരുന്നു. അന്ന് സൂയിസ് കനാൽ വരുന്നതിന് മുമ്പേ നമ്മുടെ ട്രേഡ് ചരക്ക് നീക്കമൊക്കെ വളരെ പാടുപെട്ടാണ് കടന്നു പൊക്കോണ്ടിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ സൂയിസ് കനാല് അന്ന് ഈജിപ്തിന്റെ കയ്യിലായിരുന്നു. പിന്നീട് ഈജിപ്തിന്റെ മണ്ടത്തരം കൊണ്ടോ അതിന്റെ ഭരണാധികാരികൾ അത് പാട്ടക്കരാറൊക്കെ വിട്ട് അത് വേറെ കൈകളിലേക്ക് പോയി. ഇപ്പോൾ അത് ചൈനയുടെ കൈകളിലേക്ക് പോകാൻ പോവുകയാണ്. കാരണം ഈ ചൈനയ്ക്ക് ഈ സൂയിസ് കനാലിലും പനാമ കനാലിലും ഒക്കെ അതിഭീകരമായിട്ട് നിക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞ് ട്രംപ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ആ സൂയിസ് കനാലിന് തുരങ്കം വയ്ക്കാനായിട്ട് ട്രംപ് ഇപ്പോൾ ഗാസ പിളർത്തി, അതായത് ഇസ്രായേലിനെ നടുവേ പിളർത്തി ഗാസ വഴി ബെൻ ഗൂറിയൻ കനാൽ എന്ന് പറഞ്ഞൊരു കനാൽ തൊട്ടപ്പുറത്തുകൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സൂയിസ് കനാൽ വഴി ഒരു കണ്ടെയ്നർ മാത്രമേ ഒരു സമയത്ത് പോകുമെങ്കിൽ ഇപ്പുറത്ത് 2 പേർക്ക് പോകാമെന്നുള്ള വലിയ സവിശേഷതയൊക്കെ ഉണ്ട് അതിന്. അത് ഞാൻ ജിയോ പൊളിറ്റിക്സിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു ഏഡ് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇപ്പൊ ഈ നമ്മുടെ രാജ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഇന്തോനേഷ്യയുടെ അടുത്ത് കോടികൾ ചെലവാക്കി ഒരു തുറമുഖം പണിയുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. എന്തിനാണ് ഈ തുറമുഖം പണിയുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തായ്ലൻഡ് പണ്ടേ ഉപേക്ഷിച്ച, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ സിംഗപ്പൂർ അടക്കം തുരങ്കം വച്ച ക്രാക്ക് കനാൽ എന്ന് പറഞ്ഞൊരു കനാലിന് ജീവൻ വയ്ക്കുകയാണോ എന്നുള്ളൊരു ചോദ്യവും അതിന്റെ കൂടെ നമ്മൾ എടുത്ത് ചോദിക്കേണ്ടതുണ്ട്. എന്താണ് ഇതിന്റെ രണ്ടിന്റെയും ഒരു സാമ്യത? ഇത് രണ്ടുമായിട്ട് ഇന്റർലീൻ ചെയ്ത് കിടക്കുകയാണോ? അടുത്ത ചോദ്യം, നമ്മുടെ ഈ ബേ ഓഫ് ബംഗാൾ അടക്കം ഈ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും വന്ന് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തുർക്കി പോലും ബംഗ്ലാദേശിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് തമ്പടിക്കാനുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഇവിടെ ഇത്രയ്ക്ക് അതിഭീകരമായിട്ടുള്ള ഒരു സവിശേഷത ഈ പ്രദേശത്ത് മാത്രം ഉള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്താണ് സാറിന് തോന്നുന്നത്? ഇതിലെ ആദ്യത്തെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ബെൻഗൂരിയൻ കനാല് ഇപ്പൊ ഇസ്രായേലിൽ കൂടെ പോകുന്ന ബെൻഗൂരിയൻ, അത് നമ്മുടെ ഐമിക് പ്രൊജക്ട്, അത് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് പോകുന്ന ഒരു പാതയാണ്. ആ പാതയുടെ ഭാഗമായിട്ട് ഇസ്രായേലിലെ ഹൈഫ പോർട്ടിലെത്തി അവിടുന്ന് യൂറോപ്പിലോട്ട് നമുക്ക് വ്യാപാര പാതയായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതിന്റെ ഈ ആദ്യം ഉണ്ടായിരുന്ന പാത പ്രകാരം ഉള്ള അലൈൻമെന്റ് അവർ മാറ്റിയിട്ട് ഇപ്പൊ ഗാസയുടെ നടുവിൽ കൂടെയാണ് ഈ പാത പോകാൻ പോകുന്നതെന്നാണ് പറയുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പ്രകാരം ആദ്യം ഉണ്ടായിരുന്നേക്കാളും അതായത് ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ പ്രൊജക്ട് അനുസരിച്ചാണെങ്കിൽ സ്റ്റിൽ ഈ നമ്മുടെ ഇപ്പുറത്തുണ്ടായിരുന്ന ഇതുണ്ടല്ലോ കനാൽ, സിയൂസ് കനാൽ വഴി പോവുകയാണെങ്കിൽ സ്റ്റിൽ 100 കിലോമീറ്റർ ലാഭം സിയൂസ് കനാൽ തന്നെയായിരുന്നു. ഇവരെന്ത് വെച്ച് കഴിഞ്ഞാല് അതൊന്ന് അലൈൻമെന്റ് മാറ്റിയിട്ട് ഒരു ഏകദേശം ഒരു 200 കിലോമീറ്ററോളം ലാഭം വരുന്ന രീതിയിൽ അലൈൻമെന്റ് മാറ്റി ഇപ്പൊ ഗാസയുടെ അതിലൂടെയാണ് പോകുന്നത്. അതായത് ഗാസ മുറിച്ച് പോകാനുള്ള ഒരു പ്രൊജക്ട് ആയിട്ടാണ് അത് വരുന്നത്. അതിനോട് ചേർന്ന് അവിടെ പലതരത്തിലുള്ള മിനറൽസിന്റെ നിക്ഷേപമുണ്ട്, അതേപോലെ തന്നെ ഓയിൽ റിസോഴ്സിന്റെ നിക്ഷേപമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും കൂടെ അവിടെ കിടന്ന് കടിപിടി കൂടുന്നതും. ഈ നിയോം സിറ്റി ഒക്കെ വരുന്നതുകൊണ്ട് സൗദിക്കും ഈ പ്രൊജക്ട് വരേണ്ട അത്യാവശ്യമാണ്. ഈ പറയുന്ന ഐമക്കിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പ്രൊജക്ട് വരേണ്ട ആവശ്യമാണ്. ഈ ഇപ്പുറത്ത് ഹൂതി വിമതരൊക്കെ നിൽക്കുന്നുണ്ട്. അതേപോലെ ചൈനക്കാര് പല പനാമ, അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാം കനാൽസ് എല്ലാം അവർ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഇത് വായിക്കേണ്ട, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ഏകദേശം 43 പോർട്ടുകൾ ചൈനീസ് നിക്ഷേപം ഉണ്ടായിരുന്ന കമ്പനികളിൽ നിന്ന് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് ലോട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ചൈനീസ് നിക്ഷേപം ഉണ്ടായിരുന്ന ഒരു ഫേമസ് കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേര് എനിക്കിപ്പോ കിട്ടുന്നില്ല. ആ കമ്പനിയുടെ പേര് കിട്ടുന്നത് അതായത് ഈ ചൈനീസ് നിക്ഷേപം ഉണ്ടായിരുന്ന ആ കമ്പനിയിൽ നിന്ന് 43 പോർട്ട് എന്ത് ചെയ്തു, ബ്ലാക്ക് റോക്ക് അവരുടെ മേജർ ഷെയർസ് വാങ്ങിച്ചെടുത്തു. അതായത് അത്രമാത്രം ചൈനയുടെ കയ്യിൽ നിന്ന് ഈ തവണ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇപ്പൊ ബംഗാൾ ഉൾക്കടലിൽ ആരൊക്കെയാ വന്നിരിക്കുന്നത്? റഷ്യ വന്ന് ഇന്ത്യയായിട്ട് ജോയിന്റ് എക്സസൈസ് നടത്തുന്നു. അമേരിക്കയ്ക്ക് സെന്റ് മാർട്ടിൻ ദ്വീപ് വേണമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ ഗവൺമെന്റിനെ അവർ അട്ടിമറിക്കുന്നു. അപ്പുറത്ത് അരാക്കൻ ആർമി മ്യാൻമാറിനെ നെടുകെ പിളർന്ന് എന്തിനും ഇപ്പൊ ചിറ്റകോങ്ങും കൂടെ എടുക്കുന്ന രീതിയിലോട്ട് പോകുന്നു. അപ്പം അന്നേരമാണ് എവിടെയോ കിടക്കുന്ന തുർക്കി, അതായത് സിറിയക്കൊക്കെ അപ്പുറത്ത് കിടക്കുന്ന തുർക്കി വന്നിട്ട് ബംഗ്ലാദേശുമായിട്ട് കരാറുകൾ, ഇറാൻ വന്നിട്ട് ഖത്തർ വന്നിട്ട് കരാർ വെക്കാൻ നോക്കുന്നു. പാകിസ്ഥാൻ ആണെങ്കിൽ പാകിസ്ഥാനിലുള്ള തീവ്രവാദികളെ ബംഗ്ലാദേശിൽ കൊണ്ടിടാനുള്ള പരിപാടികൾ നോക്കുന്നു. അങ്ങോട്ട് ആയുധങ്ങൾ സെർച്ച് ഇല്ലാതെ കടത്തിവിടുന്നു. അതായത് ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ ഹൂതി വിമരുണ്ടല്ലോ, അവര്
ഈ പറയുന്ന ഇപ്പുറത്തെ കനാലിൽ ഇന്ന് ഉണ്ടാക്കുന്നത്, അതായത് ഇപ്പുറത്തുള്ള കനാലിന്റെ പേരെന്തായിരുന്നു അത്? സൂയിസ് കനാൽ. സൂയിസ് കനാലിൽ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് ഇത് ഇപ്പുറത്ത് ഒരു റീജനറേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതായത് ഈ ബംഗ്ലാദേശിന്റെ അരക്കൻ ഭാഗത്ത് ഇവരെല്ലാം വന്ന് തമ്പടിക്കുക, അവിടെ കുറച്ച് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളെയൊക്കെ ഉണ്ടാക്കി ഈ വ്യാപാരപാതകളുടെ എല്ലാം ചോക്ക് പോയിന്റിൽ പോയിരിക്കുകയാണ് ഇവര്. അതല്ലെങ്കിൽ ഇപ്പം ഈ ഈ പാകിസ്ഥാനൊക്കെ എന്ത് കച്ചവടം നടത്തിയിട്ടാണ്? അവർക്ക് വലിയ കയറ്റുമതി ഒന്നുമില്ല, ആകെ ഒരു തീവ്രവാദമാണ് കയറ്റുമതി ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഈ ബേ ഓഫ് ബംഗാളിന്റെ അവിടെ ഒരു ചോക്ക് പോയിന്റിൽ കൊണ്ട് ഇരുത്തി ഇന്ത്യയുടെ, അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാല് ദോസ് ഹു കൺട്രോൾ ദ ഓഷ്യൻ കൺട്രോൾസ് ദ വേൾഡ്. അത് പണ്ടും അങ്ങനെയായിരുന്നു. പണ്ട് ബ്രിട്ടീഷുകാർ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന്റെ അതിലൂടെ വന്നിട്ടാണ് ഇന്ത്യയിൽ എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഈ സ്യൂസ് കനാൽ വന്നപ്പം ഇപ്പുറത്തൂടെ ഒരു വ്യാപാരപാത വന്നു, അവർ അതിലൂടെ വരാം, മീൻസ് ബാക്കി ആൾക്കാർ അതിലൂടെ വന്നു. അപ്പൊ വ്യാപാരപാതകളാണ് എപ്പോഴും കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. പണ്ടാണെങ്കിൽ ഇപ്പൊ ഇതേ കാര്യം ഇപ്പൊ നമുക്ക് ഈ സ്യൂസ് കനാൽ ഇല്ല, വീണ്ടും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന്റെ ഇതിലൂടെ വരണമെന്നുണ്ടെങ്കിൽ ആ മഡഗാസ്കറിന്റെ സൈഡും ഈ അതേപോലെ തന്നെ ആഫ്രിക്കയുടെ തീരങ്ങളും എല്ലാം ഇവരെന്ത് ചെയ്യും? പ്രശ്നം ഉണ്ടാക്കി വെക്കും. കാരണം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിലപേശുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിലെ പ്രശ്നം പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാകാത്തൊരു, അല്ലെങ്കിൽ പലരും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, റഷ്യ, അമേരിക്ക, ചൈന, തുർക്കി, അതേപോലെ തന്നെ പല രാജ്യങ്ങളും വന്നിട്ട് എന്തിനാണ് ബേ ഓഫ് ബംഗാളിലും ഈ ഗൾഫ് ഓഫ് ആൻഡമാൻ എന്ന് പറയുന്ന ആ ഏരിയയിലും മ്യാൻമാറിന്റെ അടുത്തും തായ്ലൻഡിന്റെ അടുത്തും ഒക്കെ കിടന്ന് ചുറ്റുന്നതെന്നാണ് പലർക്കും മനസ്സിലാവാത്തത്. അതിന് കൂട്ടത്തില് ധനുഷ് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ എന്തിനാണ് ഗ്രേറ്റർ നിക്കോബാർ പ്രൊജക്ടിന്റെ ഭാഗമായി 100,000 കോടി മുടക്കി അവിടെ വലിയൊരു, അതായത് വിഴിഞ്ഞം പോലെ തന്നെ ഒരു ഡീപ് സീ പോർട്ട് എന്തിനാണ് അവിടെ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചൈനയിലോട്ട് പോകുന്ന എല്ലാ വ്യാപാര പാതകളും ഈ മലാക്ക സ്ട്രീറ്റ് വഴി, അതായത് ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും ഇടയിൽ കൂടെ, അതേപോലെ തന്നെ സിംഗപ്പൂരിന്റെ ടെർമിനൽസ് കടന്നിട്ടാണ് ചൈനയുടെ അങ്ങോട്ട് ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ വേൾഡ് മാപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആണ് ടെർമിനൽസ് ആണ് അവരുടെ ഏറ്റവും, അതായത് അവരുടെ പോർട്ടാണ് അവരുടെ ഏറ്റവും വലിയ അസറ്റ്. അപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കുക, ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സാമ്പത്തിക നയങ്ങൾ ലോക സാമ്പത്തിക ക്രമത്തെ തകർത്ത് കളയും, സിംഗപ്പൂർ PM പുള്ളിയുടെ വൈറലായിട്ടുള്ള പ്രസംഗം യൂട്യൂബിൽ ലോകം മൊത്തം പരന്നു, ഇല്ലേ? ലോകത്ത് പല എല്ലാരും കണ്ടു, അതായത് എല്ലാ രാജ്യങ്ങളിലും ഇവര് വിട്ടു. അപ്പൊ നമ്മൾ വിചാരിക്കും സിംഗപ്പൂരിന് എന്താ ഇത്ര പ്രശ്നം, ഇവർ ഇതിനൊക്കെ കാണിക്കുന്നത് ജസ്റ്റ് ഒരു എക്കണോമിക്കലായിട്ടുള്ള ഒരു സർവൈവിന് വേണ്ടി അല്ല റിഫോംസിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഒരു അവിടുത്തെ അമേരിക്കയിലത്തെ ആക്ടിവിറ്റി കാരണമാണോ, അല്ലെങ്കിൽ താരിഫ്സ് കാരണമാണോ? വേറെ ഒരു ലോകത്തെ ഒരു രാജ്യക്കാരനും ഇതുപോലെ പറഞ്ഞിട്ടില്ല. ചൈന വരെയും അഭിപ്രായം ഒരു അവരുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ചൈന മാത്രം ഇച്ചേ പറഞ്ഞിട്ടുണ്ട്. സിംഗപ്പൂർ ഇതുപോലെ ഈ ഇദ്ദേഹത്തിനെതിരെ പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഇവരെല്ലാം വന്നിട്ട് ഈ പറയുന്ന ബേ ഓഫ് ബംഗാളിലും ഗൾഫ് ഓഫ് ആൻഡമാനിലും കടന്നിട്ട് തിരിഞ്ഞു കളിക്കണമെങ്കിൽ, വാൾഡിമർ പുടിൻ അവിടെ ഉക്രൈനിൽ യുദ്ധം നടന്ന സമയത്ത് മ്യാൻമാറിൽ വന്നിട്ട് സന്ദർശനം നടത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അതിൽ വേണ്ടേ? അപ്പൊ അങ്ങനെ നമ്മൾ തപ്പി പോകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒന്നുകൂടെ സൂം ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഗൾഫ് ഓഫ് തായ്ലൻഡ് കാണും. അതായത് ബേ ഓഫ് ബംഗാൾ, അതിന്റെ തൊട്ടിപ്പുറത്ത് ഗൾഫ് ഓഫ് ആൻഡമാൻ എന്ന് പറഞ്ഞ നദി, മീൻസ് സോറി കടലാണ്. അതിന്റെ അപ്പുറത്ത് തായ്ലൻഡിന്റെ അപ്പുറത്ത് ഒരു ഗൾഫ് ഓഫ് തായ്ലൻഡ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ചൈനയുടെ കടലിലോട്ട് അങ്ങോട്ട് പോകും, ഹോങ്കോങ് ആ ഭാഗങ്ങളെല്ലാം വഴി. അപ്പം ഇതിൽ നമ്മൾ ഇവരെല്ലാം ഇവിടെ കിടന്ന് പടയ്ക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സംശയം, സ്വാഭാവികമായിട്ട് അതിൽ അത്രമാത്രം എന്താണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ മ്യാൻമാറിന്റെ ചില പോർട്ടുകൾ ഇപ്പൊ ചൈനയാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ പോർട്ട് ഡീപ് സീ പോർട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. അത് മ്യാൻമാറിനും ചൈനയായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻ ഇപ്പം റഷ്യയും മ്യാൻമാറുമായിട്ടാണ്. ഇപ്പൊ റഷ്യയാണ് മ്യാൻമാറിന്റെ ഏറ്റവും വലിയ ഡിഫൻസ് പാർട്ട്ണർ. ഇപ്പുറത്തെ അരക്കൻ ആർമി ഒരു സ്ട്രിപ്പ് മൊത്തം പിടിച്ചിട്ട് ബംഗ്ലാദേശിന്റെ ചിറ്റഗോങ് ഏരിയയിലുള്ള അവിടുത്തെ പോർട്ടുകളെല്ലാം കൂടെ ഒരു നിയന്ത്രിക്കുന്ന ഒരു പരുവത്തിലോട്ട് പോയി. അന്നേരം അമേരിക്ക അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഐലൻഡ് വേണമെന്ന് പറയുന്നു. അതിന്റെ എല്ലാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന പോർട്ട് വഴി വന്നിട്ട് ബേ ഓഫ് ബംഗാളിൽ വന്ന് അവിടുന്ന് ഗൾഫ് ഓഫ് ആൻഡമാനിൽ കയറിയിട്ട് മലാക്ക സ്ട്രീറ്റ് വഴി പോകുന്നതിന് പകരം ഈ നിങ്ങൾ ഈ പറഞ്ഞ ക്രാക്ക് കനാൽ എന്ന് പറയുന്നത് തായ്ലൻഡിന്റെ ഏറ്റവും ഇങ്ങടുത്ത്, അതായത് മ്യാൻമാറിന്റെയും തായ്ലൻഡിന്റെയും ബോർഡർ, അത് മ്യാൻമാർ ബോർഡറിൽ നിന്ന് ഒരു 10-50 കിലോമീറ്റർ ഉണ്ടാവും. തായ്ലൻഡിന്റെ ഒരു സ്ട്രിപ്പാണ്, ഏറ്റവും നാരോ സ്ട്രിപ്പാണ്.
അവിടെ ഒരു 102 കിലോമീറ്റർ നീളത്തിലും 25 മീറ്റർ ഡീപ്പിലും അതേപോലെ തന്നെ 400 മീറ്റർ വീതിയിലും ഒരു കനാല് ഇവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന തായ്ലൻഡ് പ്രപ്പോസ് ചെയ്ത സമയത്ത് പണ്ട് ഈ ഇവരാണ്, അതായത് സിംഗപ്പൂരൊക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ, അതായത് ഈ ഈ കനാൽ വരുന്നതോടുകൂടി മലാക്ക സ്ട്രീറ്റിന്റെ പ്രസക്തി കുറയും. കാരണം അങ്ങോട്ടുള്ള ഷിപ്സിന്റെ പോക്ക് കുറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ക്രാക്ക് കനാൽ വരുവാണെങ്കിൽ 1200 കിലോമീറ്റർ ആണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വ്യാപാര പാതയുണ്ട്. അതിന്റെ മൊത്തം നീളം എന്ന് പറഞ്ഞാൽ 10300 കിലോമീറ്റർ ആണ്. ഈ 10300 നിന്ന് 1200 കിലോമീറ്റർ കുറയുമ്പോൾ നമുക്ക് 9100 കിലോമീറ്ററിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന റഷ്യയുടെ ആ പാട്ടിലെത്തി. അപ്പം മാത്രമല്ല നമുക്ക് ഇത് മലാക്ക സ്ട്രീറ്റ് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പല രാജ്യങ്ങൾക്കും അതിന്റെ അഡ്വാൻറ്റേജ്, റഷ്യക്കാണെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ട്, ചൈനയ്ക്കും ഈ പാതയിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏറ്റവും നഷ്ടം ഉണ്ടാകുന്ന ആരാണ്? ഈ സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തിനാണ്. അതുകൊണ്ടാണ് സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് അതേപോലെ പബ്ലിക്കായിട്ട് വേറൊരു രാജ്യവും പ്രകടിപ്പിക്കാത്ത എക്സ്പ്രഷൻസ് ഇട്ടത്. അപ്പം ഈ പറയുന്ന ക്രാക്ക് കനാലിന്റെ പ്രസക്തി എന്താന്ന് ചോദിച്ചാൽ അവർ തായ്ലൻഡ് പറയുന്നത് ഇത് ഉണ്ടാക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾ ചൈനക്കാരും അമേരിക്കക്കാരും ഇന്ത്യക്കാരും റഷ്യക്കാരും എല്ലാം കൂടെ ആണെങ്കിൽ നമുക്ക് 1200 കിലോമീറ്റർ ലാഭിക്കുന്ന ഈ പാത വരും. ഈ പാത വരുവാണെങ്കിൽ അവിടെ ഒരു കനാൽ ഉണ്ടാക്കുക, നമുക്ക് ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ പോവാണ്, എല്ലാവർക്കും മ്യൂച്വൽ ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. അപ്പം ഇന്ത്യയുടെ പ്രശ്നം എന്താണ്? ഈ കനാലിന്റെ ഇപ്പുറത്ത് മ്യാൻമാറിന്റെ ഡീപ് സീ പോർട്ട് റഷ്യയുടെ കയ്യിലുണ്ട്, സോറി ചൈനയുടെ കയ്യിലുണ്ട്. ആ ഡീപ് സീ പോർട്ട് അവിടെ ഇരിക്കുന്നത്രയും കാലം ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് വ്യാപാര പാതയ്ക്ക് ഒരു ചോക്കാണ്. അതായത് ചൈന എപ്പോഴാണ് തിരിയുന്നത് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ അതിൽ ഹാപ്പി അല്ല. നമ്മൾ പറയുന്നത് അതായത് ഈ തായ്ലൻഡിന്റെ ഇപ്പുറത്തോടുള്ള പാത ഏരിയാസ് റഷ്യയുടെ ഒരു കൊളാബറേഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. കാരണം റഷ്യ നമ്മളെ സംബന്ധിച്ച് സൗഹൃദ രാഷ്ട്രമാണ്. ഞാൻ നിങ്ങളോട് പണ്ട് നമ്മുടെ ബ്രിക്സ് കറൻസി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യ അമേരിക്ക റഷ്യ എന്ന് പറഞ്ഞിട്ടൊരു അലയൻസ് വരാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പം നിങ്ങൾ നോക്ക്, ഉക്രൈനിലൊക്കെ ഈ റഷ്യയും അമേരിക്കയായിട്ട് ഒരുമിച്ച് റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗവേഷണം നടത്താനൊക്കെ ഏകദേശം വാക്കാലൊക്കെ ആയിട്ടുണ്ട്, ട്രീറ്റി ആയിട്ടില്ല. അപ്പം ഈ വ്യാപാരപാത വരുവാണെങ്കിൽ ഈ ഒരു ഏകദേശം 1200 കിലോമീറ്ററോളം ലാഭം വരുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന അങ്ങനെ വരുമ്പോൾ ഈ ചൊറിയന്മാർ വന്നിട്ടിരിക്കുക, അതായത് ഹൂത്തി വിവരവാദം വന്നിരിക്കുന്ന പോലെ ഇവിടെ വന്നിട്ട് ഈ ആരൊക്കെ ഇരിക്കുന്നത് ബംഗ്ലാദേശിലെ അവർക്കൊരു വിലപേശലുണ്ട്. കാരണം അതുകൊണ്ടാണ് ഈ ബംഗ്ലാദേശിന്റെ യൂസഫ് ആരുടെ പേര് മുഹമ്മദ് യൂസഫ് പറഞ്ഞത് ഞങ്ങളാണ് ഗാർഡിയൻസ് ഓഫ് ബേ ഓഫ് ബംഗാൾ. എന്ത് കുന്തമാണ്, അവന്മാരെല്ലാം ഗാർഡിയൻസ് അവർക്കുള്ള കയറ്റുമതിക്കുള്ള അനുവാദം എടുത്തു കളഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ലേ? ബേ ഓഫ് ഇന്ത്യൻ ഓഷ്യന്റെ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. നമ്മുടെ ഏരിയയിൽ നമുക്ക് വേണ്ട പ്രിവിലേജ് കിട്ടുവാണെങ്കിൽ ലോകത്തിന്റെ ഈ പുതിയ വ്യാപാര പാതയിൽ റീജിയണൽ വൈസ് ആയിട്ടുള്ള പവറായിട്ട് എല്ലാവർക്കും നിൽക്കാൻ പറ്റും. അവിടെ ഈ പാതകൾ ചോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പുറമേ നിന്ന് വന്ന മീനുകളെല്ലാം അവിടെ വന്ന് കൂടാൻ നോക്കുന്നത്. പാകിസ്ഥാൻ, അതേപോലെ തന്നെ തുർക്കി, ഖത്തറൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കയറ്റുമതി എന്ന് പറഞ്ഞാൽ അറിയാലോ, ലോകത്തുള്ള എല്ലാ ഭീകര സംഘടനകളും പോയി തമ്പടിച്ചേക്കുന്ന രാജ്യമാണ് ഖത്തർ. അങ്ങനെ ഒരു അവസ്ഥയാണ് അവിടെ. അപ്പൊ ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് കൂടെ പറയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വ്ളാഡിവോസ്റ്റോക്കിലോട്ട് പോകുന്ന ഒരു കപ്പലാന്ന് വിചാരിക്കുക, ഇപ്പം മലാക്ക സ്ട്രീറ്റ് വഴി പോകുന്നു. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പോയിട്ട് നമ്മുടെ പോർട്ടുണ്ട് ഡീപ് സീ പോർട്ട് ഈ നിക്കോബാർ ഐലൻഡ്, ആൻഡമാൻ നിക്കോബാർ എന്ന് പറഞ്ഞാൽ ആൻഡമാൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സും അതേപോലെ നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സും അതിന്റെ ഏറ്റവും അങ്ങേറ്റത്ത് നമ്മുടെ ഇന്ദിര പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും അങ്ങേറ്റത്തെ ഒരു ഐലൻഡ് ആണുള്ളത്, ഒരു ഏരിയ ആണുള്ളത്. അപ്പോൾ നമ്മുടെ കപ്പലുകൾ ഈ ലോകത്തുനിന്ന് വരുന്ന ഏത് കപ്പലും റഷ്യയിലോട്ട് പോകണ്ടേ, ചൈനയിലോട്ട് പോകണ്ടേ, ഇപ്പൊ സിംഗപ്പൂരിന് പോകുന്നതിന് പകരം അവർക്ക് ഈ പറയുന്ന പോർട്ടില്ല, നമ്മുടെ പോർട്ട് ആൻഡമാനിലെ പോർട്ടിൽ നിന്ന് അവിടുത്തെ ടെർമിനലിൽ നിന്ന് ഈ പറയുന്ന ക്രാക്ക് കനാൽ വഴി ചൈനീസ് കടലിലോട്ട് പോവാം. ആരെങ്കിലും 1200 കിലോമീറ്റർ കൂടുതൽ ഇപ്പുറത്തൂടെ പോകാൻ ആഗ്രഹിക്കുമോ? അപ്പൊ നമ്മുടെ ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർ പ്രൊജക്ട് വയബിളായി, ഇക്കണോമിക്കലി വയബിളായി, അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. ഇപ്പുറത്ത് വിഴിഞ്ഞം പോർട്ടിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരേണ്ട എല്ലാം വിഴിഞ്ഞത്ത് വരും, അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന എല്ലാം അതിന്റെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് സെന്റർ ആയിട്ട് നിക്കോബാർ മാറും. ഇപ്പുറത്ത് ചൈന നമ്മളെ ചോക്ക് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ആ മേഖലകളിൽ നമുക്ക് ആൻഡമാൻ ഐലൻഡ്സ് ഉണ്ട്. അതായത് മിലിറ്ററി ഇതിൽ പറയുവാണെങ്കിൽ ആൻഡമാൻ ഐലൻഡ്സ് ഉണ്ട്. ഈ ഐലൻഡ്സ് അതായത് ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു എന്നാ പറയാ
വിമാനവാഹിനി കപ്പല്, വിമാനവാഹിനി കപ്പലിന്റെ പ്രത്യേകത എന്തുവാ? അതിൽ എത്ര വേണേലും വിമാനങ്ങൾ വേണ്ട, അതിനോടുള്ള ഒരു ഇക്കോ സിസ്റ്റം, ഒരു 50 കപ്പലുകളുടെ ഒരു സിസ്റ്റമാണ് ഒരു വിമാനവാഹിനി വ്യൂഹം എന്ന് പറയുന്നത്. അതുപോലെ ആൻഡമാൻ ഒരു മറ്റൊരു വിമാനവാഹിനിയായിട്ട്, അല്ലെങ്കിൽ കപ്പൽ വേണ്ട, ഈ ദ്വീപ് തന്നെ നമുക്ക് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത് നമ്മുടെ മിലിറ്ററി ഇൻട്രസ്റ്റുകൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയും വേറെ ഒരു കുഴപ്പമുണ്ട്. പണ്ട് കോക്കോ ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ട് പണ്ട് മ്യാൻമാറിന്റെ ഇതിലുണ്ടായിരുന്ന ഐലൻഡ് ഇപ്പൊ ചൈന കൺട്രോൾ ചെയ്യുന്നത് ചെറിയ ഐലൻഡ്, അവിടെ ചെറിയ ചെറിയ പോർട്ടുണ്ട്. ഇവന്മാരെ നാളെ നമുക്കിട്ട് അവിടെ പണിയില്ലാന്ന് എന്താ ഉറപ്പ്? അപ്പം ഇവരെല്ലാം തമ്മിൽ, അതായത് ഈ ലോകത്തെ വൻശക്തികളെല്ലാം തമ്മിൽ ഒരു പിടിവലി നടക്കുന്നത് എന്തോ അതും അവിടെ നടക്കുന്നത് വെച്ചാൽ ഈ വ്യാപാര പാതയിൽ എല്ലാവർക്കും ഒരു സേ ഉണ്ടാവണം. ചൈനയിലോട്ട് പോകുന്ന സർവ്വമാന ഓയിലും പോകുന്ന മലാക്ക സ്ട്രീറ്റ് വഴിയാണ്. അല്ലെ പിന്നെ റഷ്യ എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു കാരണത്തെ റഷ്യ ആയിട്ട് ഒരു ഹോസ്റ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ യാതൊരു തരത്തിലും ചൈനയ്ക്ക് ഈ മലാക്ക സ്ട്രീറ്റ് ഇന്ത്യ ഉപരോധിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. പിന്നെയുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ വഴി വേണം ഓയിൽ ഇറക്കാൻ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലോട്ട് നമ്മൾ എന്തെങ്കിലും കാലത്ത് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ പിടിച്ച് മുകളിലോട്ട് കയറുവാണെങ്കിൽ ആ സമയത്ത് നമുക്കിട്ട് പണിയാൻ വേണ്ടി അഫ്ഗാനിസ്ഥാന്റെ അതിരിൽ വന്നിട്ട് അവിടെ ഒരു മലനിരയുണ്ട്, അവിടെ വന്നിട്ട് ഈ ചൈനക്കാർ ഇരിപ്പുണ്ട്. ചൈനക്കാർ അവിടെ നിന്ന് റഷ്യയിൽ നിന്ന് നമുക്ക് തജിക്കിസ്ഥാൻ വഴി വരുന്ന പൈപ്പ് ലൈനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇപ്പുറത്ത് നമുക്ക് മലാക്ക അല്ലെങ്കിൽ നാളെ വരുന്ന ട്രാക്കനാലോ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതായത് പരസ്പരം ഡിപ്പെൻഡന്റ് ആവുന്നില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഇതുങ്ങളെല്ലാം വന്നിട്ട് ഇവിടെ തല്ല് കൂടുന്നത്. ഇപ്പൊ എന്റെ ഒരു ഊഹം ഞാൻ പറയാം, ഈ പറയുന്ന രംഗ്പൂർ പോകുന്നതിന് മുമ്പ് ഇത് പോവും, ഏത് ബംഗ്ലാദേശിന് നമ്മുടെ ഇപ്പുറത്തെ മേഖല ഉണ്ടല്ലോ, ചിറ്റഗോങ് ഹിൽ ട്രാക്സ് പോകും. രംഗ്പൂർ ബംഗ്ലാദേശിന്റെ കയ്യിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ചിറ്റഗോങ് ഹിൽ ട്രാക്സ് ബംഗ്ലാദേശിന്റെ കയ്യിൽ നിന്ന് പോകും. അതിനൊരു എലവേഷൻ ചൈനനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ് യൂസഫ് പോയിട്ട് ഈ പറയുന്ന രംഗ്പൂരിലെ ഒരു സ്ട്രിപ്പ് കൊടുക്കാന്ന് പറഞ്ഞത്. അത് ഇന്ത്യ ഏത് തവണയും തടയുന്നത് അയാൾക്കറിയാലോ. അപ്പം നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ടേബിളിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. അത് ആ ഒരു നെഗോസിയേഷനാണ് നടക്കുന്നത്. അപ്പം അതായത് ഞാൻ ചിറ്റഗോങ് പോകുന്ന പറയാൻ കാരണം വെച്ചാൽ ഇതുപോലെ ഇവിടെ കിടന്നമാർ അടിക്കുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ചിറ്റഗോങ്ങിൽ കുറച്ച് പോർട്സ് ഉണ്ട്, അത് പോയേ പറ്റൂ, ബംഗ്ലാദേശിന്റെ കയ്യിൽ നിന്ന് പോയേ പറ്റൂ. അതായത് ബംഗ്ലാദേശിന്റെ തലയെടുക്കുന്നതിന് മുമ്പ് ബംഗ്ലാദേശിന്റെ കാലെടുക്കും. അത് അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും എല്ലാം ആവശ്യമായിട്ട് വരും. ഒരുപക്ഷെ ചൈന ഇതിന് റഷ്യക്ക് വഴങ്ങി കൊടുക്കുന്നതിന്റെ പേരിൽ ചിലപ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ കൂടെ ചൈനയുടെ ഒരു പൈപ്പ് ലൈൻ നമ്മൾ അനുവദിച്ചേക്കും. അതിന് പകരം ചൈന ഇപ്പൊ ചൈനയുടെ കൺട്രോളിലുള്ള ആ മേഖലയിലുള്ള അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യയിലോട്ടുള്ള പൈപ്പ് ലൈൻ അനുവദിക്കും. അതായത് ഓയിൽ പൈപ്പ് ലൈൻസ്, ഗ്യാസ് പൈപ്പ് ലൈൻസ്, ആ രീതിയിലോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു രീതി വെച്ചിട്ട് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു 2 വർഷത്തിനുള്ളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന പേരാണ് ക്രാക്ക് കനാൽ എന്നുള്ളത്. അത് 2, 3 അല്ല മാക്സിമം 4 വർഷത്തിനുള്ളിൽ അത് അതിന്റെ പ്രൊജക്ട് ഓണാകും. 2 വർഷത്തിനുള്ളിൽ തന്നെ ഓണാവും. പിന്നെ എത്ര കാലം എടുക്കുക തീരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ ഒരു സംവിധാനം നടക്കുന്നുണ്ട്, പുതിയ ട്രേഡ് റൂട്ട് വരുന്നുണ്ട്. താങ്ക് യു സർ.